എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം ദർശന വിമർശനം എന്ന് പറയുന്ന ഈ പരിപാടി കഴിഞ്ഞ 9 എപ്പിസോഡുകൾ കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു നിർത്തിയത് പാലാഴി മദനത്തിൻ്റെ അവസ്ഥയിലാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ജനമേജയൻ്റെ സർപ്പസത്രത്തിൽ വന്ന് ആസ്തികൻ വന്ന് യാഗം മുടക്കുന്നതും, പിന്നെ ഗരുഡൻ തൻ്റെ മാതാവായ വിനതയെ ദാസ്യവൃത്തിയിൽ നിന്നും, കദ്രുവിൻ്റെ ദാസ്യവൃത്തിയിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അമൃത് കൊണ്ടുവന്ന് കൊടുക്കുന്നതും, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദുർവാസാവ് മഹർഷി ഭഗവാൻ ഇന്ദ്രനെ ശപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പറഞ്ഞു നിർത്തുന്നത്. ഇനി നമ്മൾ പാലാഴി മഥനത്തിലേക്കാണ് നമ്മളിനി വരേണ്ടത്. ഈ പാലാഴി മഥനം കഥയിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞ ഒരു സംഭവങ്ങളായിരുന്നു. അതിനകത്ത് ചെറിയ ചില വിശദീകരണങ്ങളും അനിവാര്യമാണ്. ഈ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ, എക്കാലവും നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, ഇവർ തമ്മിൽ എന്തുകൊണ്ടൊക്കെയാണ് ശത്രുതയുണ്ടായത്? അസുരന്മാരോട് മാത്രം പ്രത്യേകിച്ച് അക്രമങ്ങൾ പ്രവർത്തിക്കുന്നു, അസുരന്മാർക്ക് വരം നൽകുന്നു, അതുവഴി അസുരന്മാരെ വധിക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഒരു മാതാവിൻ്റെയും ഒരു പിതാവിൻ്റെയും സന്താനങ്ങളായിട്ടുള്ള ദേവന്മാരും അസുരന്മാരും എന്തുകൊണ്ടൊക്കെയാണ് ആ അസുരന്മാർ ഇങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക്, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് വിശദീകരിക്കാനായിട്ട് മഹാഭാരതം തന്നെ അതിനകത്ത് ധാരാളം വിശദീകരണങ്ങൾ നമുക്ക് നൽകാൻ കഴിയുള്ളൂ. കാരണം അത് കൃത്യമായിട്ട് നമ്മളതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കതിലൊക്കെ കൃത്യമായ വിശദീകരണമുണ്ട്. അസുരന്മാരുടെ പ്രവർത്തനങ്ങളും ദേവന്മാരുടെ പ്രവർത്തനങ്ങളും രണ്ടും രണ്ടാണ്. കാരണം പ്രകൃതിപരമായി പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ദേവന്മാർക്കാണ് അത് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സൂര്യഭഗവാൻ, ചന്ദ്രൻ, അതുപോലെ ഇന്ദ്രനടക്കമുള്ള സകല അഗ്നിദേവന്മാരടക്കം, അഗ്നിയും വരുണനും ഒക്കെ എല്ലാവർക്കും കൃത്യമായ ഡ്യൂട്ടി നിർവഹിക്കേണ്ട ആളുകളാണ്. ലാഭേച്ഛയില്ലാതെ അവിടെ കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അസുരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ തപസ്സനുഷ്ഠിക്കുക, അവർക്ക് അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് വരം കിട്ടിക്കഴിഞ്ഞാൽ അവർ ആദ്യം ചെയ്യുന്നത് ദേവന്മാരെ ആക്രമിക്കുകയും അവർ അധികാരത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആളുകളായി മാറും. അതുകൊണ്ട് തന്നെയാണ് അസുരര് എപ്പോഴും, അസുരവംശര് അവരുടെ ജനനത്തോടൊപ്പം തന്നെ അവർക്ക് അഹങ്കാരം എന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവം അവരിലുണ്ട്. ആ രീതിയിലുള്ളൊരു പ്രവർത്തനമായതിൻ്റെ പേരിലാണ് അസുരനെന്നും അസുരനായിട്ടാണ് നിലനിൽക്കുന്നത്. ഈ പാലാഴി മദനം കഥയിലേക്ക് നമ്മൾ വരുമ്പോൾ, പാലാഴി മദനത്തിൻ്റെ കഥയിലേക്ക് നമ്മൾ വരുമ്പോൾ തന്നെ ഇതിന് 2 വെർഷനാണ്. 2 വെർഷനല്ല, യഥാർത്ഥത്തിൽ ധാരാളം വെർഷനാണ്. നമ്മളിപ്പോൾ 2 വെർഷനല്ലേ നമുക്ക് സംസാരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു, പാലാഴി മദനത്തിലേക്ക് വരുന്നത് ദുർവാസാവ് മഹർഷി ഭഗവാൻ ഇന്ദ്രനെ ശപിച്ചത് വഴിയാണ് പാലാഴി മദനത്തിലേക്ക് വരുന്നത്. ഒന്ന്. രണ്ടാമത്തൊരു കഥ അതിനകത്ത് പറയണത് രാജാവായ മഹാബലി. ആ മഹാബലി ഏതാണെന്ന് കൂടി നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. നമ്മളിന്ന് ഓണം ആഘോഷിക്കുന്ന മഹാബലിയാണോ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മഹാബലി രാജാവാണോ? ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇതിനൊക്കെ പിന്നിൽ നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കാനാണെങ്കിൽ നമുക്ക് കണക്കുകൾ പറഞ്ഞുകൊണ്ടും യുഗങ്ങൾ പറഞ്ഞുകൊണ്ടും ഒക്കെ നമുക്കതിനകത്ത് പറയാൻ കഴിയും. മഹാബലി രാജാവായിട്ടുള്ള അസുര രാജാവ്, നീതിമാനായിട്ടുള്ളൊരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം ഈ സ്വർഗലോകം ആക്രമിക്കുന്ന ഘട്ടത്തിൽ സ്വർഗലോകത്തെ ആക്രമിക്കുകയും അമൃത് അദ്ദേഹം അപഹരിച്ചു കൊണ്ടുപോകുന്ന അവസരത്തിൽ ഭഗവാൻ ഇന്ദ്രനടക്കം, ദേവേന്ദ്രനടക്കമുള്ള മുഴുവൻ ദേവന്മാരും അതിന് പിന്നാലെ പോവുകയും മഹാബലിയുമായി ഈ അമൃതകുംഭത്തിന് വേണ്ടിയിട്ടുള്ള തർക്കം നടക്കും. ആ പിടിവലിക്കിടയിൽ ഈ അമൃതകുംഭം പാലാഴി എന്ന് പറയുന്ന സമുദ്രത്തിലേക്ക്, ആ കടലിലേക്ക് വീഴും. സ്വാഭാവികമായും കടലിൽ ഈ അമൃത് കടലിൽ ലയിച്ചു. ഇനി എന്താണ് അടുത്ത മാർഗം? അമൃത് അതിൽ നിന്നും കടഞ്ഞെടുക്കണം. ഇതേ ഒരു മാർഗമുള്ളൂ. ഇങ്ങനെ കടഞ്ഞെടുക്കണം എന്ന് പറയുമ്പോൾ ഇത് 2 വിഭാഗത്തിൻ്റെ കയ്യിലും തെറ്റുണ്ട്. ദേവന്മാരുടെ പക്കലും തെറ്റുണ്ട്, അസുരന്മാരുടെ കയ്യിലും ഭാഗത്തും തെറ്റുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 വിഭാഗങ്ങളും അതിനുവേണ്ടി തയ്യാറാവണം. ബ്രഹ്മാവിൻ്റെ അടുക്കൽ ചെല്ലുന്നു.
പാലാഴിയിൽ നിന്നും അമൃത് കടഞ്ഞെടുക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ബ്രഹ്മാവ് നാരായണനെ കാണുന്നു, നാരായണൻ അത് ചെയ്യാമെന്ന് ഏൽക്കുന്നു. അങ്ങനെ പരമശിവനാണെങ്കിൽ ഒരു വശത്ത് അതും തയ്യാറായി വരുന്നു. ഈ വിഭാഗം ആളുകളെല്ലാം പാലാഴിയുടെ തീരത്ത് എത്തിച്ചേരുകയാണ്. ഭഗവാൻ പരമശിവൻ, മഹാവിഷ്ണു, ബ്രഹ്മാവ്, കൂടാതെ ദേവഗുരു ബൃഹസ്പതി, ദേവന്മാർ മുഴുവനും, അസുരന്മാർ, മഹാബലിയുടെ നേതൃത്വത്തിലുള്ള അസുരന്മാർ, അസുരഗുരു ശുക്രാചാര്യർ, ഇവരെല്ലാവരും പാലാഴി കടൽ തീരത്ത് വന്ന് പാലാഴി മദനത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് കടഞ്ഞെടുക്കണമെങ്കിൽ കടകോല് വേണം. കടകോലായിട്ട് എന്താണ് ഉപയോഗിക്കുക? കടകോലായിട്ട് പർവ്വതമേ പറ്റും. അങ്ങനെ പർവ്വതത്തെ ക്ഷണിച്ചു വരുത്തുന്നതിന് വേണ്ടി ഹിമവാൻ അവിടെ പ്രത്യക്ഷപ്പെടുക, ഹിമവാനെ അതിന് അനുമതി കൊടുക്കുക. അങ്ങനെ പർവ്വതം ഈ പാൽക്കടലിലേക്ക് ഇറക്കി വെക്കണം. ഇതാരെ കൊണ്ട് സാധ്യമാണ്? അപ്പോൾ ഒരു കഥ പറയുന്നത് ആദിശേഷൻ, മഹാവിഷ്ണുവിൻ്റെ ശയിക്കുന്ന ആദിശേഷൻ എന്ന് പറയുന്ന ആ നാഗം, ആ നാഗത്തിൻ്റെ പണത്തിലാണ് ഈ ഭൂമി നിലനിൽക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് സാധ്യമാണെന്ന് പറയുകയും ആദിശേഷനാണ് ഈ സാധനം ഇറക്കി വെക്കുന്നതെന്നും ഒരു കഥ. രണ്ടാമതൊരു കഥ, ഗരുഡനാണ് ഈ പർവ്വതത്തെ ഉയർത്തി ഈ പാലാഴി മദനത്തിന് വേണ്ടിയിട്ട് പാൽക്കടലിലേക്ക് ഇറക്കി വെക്കുന്നു. ഇത് ഇറക്കി വെക്കുന്ന സന്ദർഭത്തിൽ ഇത് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി താഴേക്ക് സാധാരണ രീതിയിലുള്ള ഒരു പ്രതലത്തിലേക്ക് ഇരുന്ന് കഴിഞ്ഞ് ഈ സാധനം തിരിയാൻ വലിയ പ്രയാസം. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെയാണ് നാരായണൻ, മഹാവിഷ്ണു തൻ്റെ രണ്ടാമത്തെ, നമ്മൾ പറയുന്ന ദശാവതാരങ്ങളിലുള്ള രണ്ടാമത്തെ അവതാരമായിട്ടുള്ള ഏത് മത്സ്യം, കൂർമ്മം, ആ കൂർമാവതാരം എടുത്തുകൊണ്ട് ഈ പർവ്വതത്തിൻ്റെ താഴെ കിടക്കുകയാണ്. അതിൻ്റെ മേളിലാണ് ഈ പർവ്വതം വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ഈ 10 അവതാരങ്ങൾ പറയുമ്പോൾ തന്നെ അതിനകത്ത് ചെറിയൊരു ഈ തർക്കം വരോട്ട് ആളുകൾക്ക് പറയുന്ന ഓർഡറിലുള്ള പ്രശ്നങ്ങൾ തന്നെയുമല്ല. ആ ഒരു അവതാരങ്ങളുടെ കണക്ക് പറയുമ്പോൾ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം ഇവിടെ വരെ വന്ന് ഇവിടുന്ന് താഴേക്ക് വരുമ്പോഴാണ് പിന്നെ അടുത്ത ഈ കൺഫ്യൂഷൻ വരുന്നത്. ഈ നരസിംഹം കഴിഞ്ഞതിന് ശേഷം ഈ വാമനൻ ആദ്യം വരുന്നു, പിന്നീട് പരശുരാമൻ വരുന്നു, ശ്രീരാമൻ വരുന്നു, ശ്രീകൃഷ്ണൻ വരുന്നു, അവിടെ ഒരേ കാലഘട്ടത്തിൽ തന്നെയുള്ള ബലരാമൻ വരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കൽക്കി വരുന്നത്. ബലരാമൻ്റെ സ്ഥാനം ചില സ്ഥലങ്ങളിൽ ബലരാമൻ്റെ സ്ഥാനം മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ ബുദ്ധനെ നിയോഗിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ ദശാവതാരത്തിൻ്റെ ഘട്ടത്തിൽ. അങ്ങനെ കൂർമ്മത്തിൻ്റെ മുകളിൽ ഈ പർവ്വതം വന്നിരിക്കുകയാണ്. ഇനി ഇതിന് കയറ് വേണം. കയറിന് എന്താ ചെയ്യുക? അപ്പോൾ പരമശിവൻ്റെ കഴുത്തിൽ നിന്നും വാസുകി കയറായി, വാസുകി തയ്യാറാവുകയാണ്. അങ്ങനെ വാസുകി കയറായിട്ട് നിൽക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ പാലാഴി കടഞ്ഞെടുക്കുന്നതിനാവശ്യമായി സമസ്ത ലോകവും അതിനുവേണ്ടി തയ്യാറെടുത്തു, എല്ലാവരും വന്നു നിൽക്കുന്നു. അപ്പോൾ ഇത് കടഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നത് എന്ത് തന്നെയാണെങ്കിലും അത് വീതിക്കപ്പെടണം. അത് നീതിപൂർവം തന്നെ വീതിക്കപ്പെടണം. ആ രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. അങ്ങനെ കയറായി കഴിഞ്ഞപ്പോൾ ആ കയറിൻ്റെ ഇരുവശങ്ങളും പിടിക്കാൻ ദേവന്മാരും, ഒരു വശത്ത് ദേവന്മാരും ഒരു വശത്ത് അസുരന്മാരും പിടിക്കുമ്പോൾ ഇവർ രണ്ടും തുല്യ ശക്തി ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അതിന് പോലും ഈ ദേവേന്ദ്രൻ വികൃതി കാണിക്കുന്നുണ്ട്. എന്നിട്ട് ദേവന്മാർ മുഴുവൻ വാലിൻ്റെ ഭാഗത്തും അസുരന്മാർ മുഴുവൻ തലയുടെ ഭാഗത്തുമാണ്. കാരണം എന്താ വെച്ചാൽ ഇത് കടയുന്ന സമയത്ത് പ്രയാസങ്ങൾ സംഭവിച്ചാൽ അതിൻ്റെ വായിൽ നിന്നും വിഷവും അഗ്നിയും ഒക്കെ പുറപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ദേവേന്ദ്രന് അറിയാം. അതുകൊണ്ടിട്ടാണ് അസുരന്മാരെ അവിടെ നിർത്തിയത്. അസുരന്മാരെന്ത് തന്നെയാണെങ്കിലും ആ തലഭാഗത്ത് നിന്നും പാലാഴി മഥനം, അതായത് കടയാൻ തുടങ്ങി. കടയുന്ന ഘട്ടത്തിൽ അതിൽ നിന്നും ഇതിങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ സമുദ്രം മുഴുവൻ വിഷാംശം വരാൻ തുടങ്ങി. വിഷാംശം വരാൻ തുടങ്ങി, മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ തുടങ്ങി, ഇതിന് ഗന്ധം പ്രകൃതി മുഴുവൻ പരക്കാൻ തുടങ്ങി. വലിയ എല്ലാവരും കൂടി ആകെ പ്രശ്നത്തിലായി. കാരണം ഇത് കാളകൂട വിഷമാണ്. ഇത് ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾക്ക് ഇത് പാനം ചെയ്യാൻ കഴിയുന്നതല്ല. അപ്പോൾ ഈ വിഷം പാനം ചെയ്യാൻ കഴിയുന്ന ഒരു വിഭാഗം ആളുകൾ നാഗങ്ങളാണ്. പക്ഷെ നാഗങ്ങൾക്ക് പരിധിയുണ്ട്. നാഗങ്ങൾ പോലും ഈ വിഷം പാനം ചെയ്യാൻ തയ്യാറായി നാഗങ്ങൾ വന്നിട്ട് നാഗങ്ങളും അത് പാനം ചെയ്യുന്നുണ്ട്. അവരുടേതായ സംഭാവനകൾ അവരും നിർവഹിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടും കാര്യമില്ല. നാഗങ്ങളും അതിൽ നിന്നും
ചത്തൊടുങ്ങുന്നത്. ഇങ്ങനെയാവുമ്പോഴാണ് ഭഗവാൻ പരമശിവൻ കടലിലിറങ്ങി ഇതിനെയെല്ലാം, ഈ വിഷാംശത്തെ മുഴുവൻ അദ്ദേഹം സേവിക്കാൻ തീരുമാനമെടുത്ത് അദ്ദേഹം സേവിക്കുന്ന സമയത്ത് ഇത് വായിലൂടെ സേവിച്ച് ഏതാണ്ട് കഴുത്തിൻ്റെ അവിടെ വരുമ്പോൾ പാർവതി മാതാവ് ഭഗവാൻ പരമശിവന്റെ കഴുത്തിൽ കൈകൊണ്ട് വെച്ച് അവിടെ തടഞ്ഞു നിർത്തുകയും താഴേക്ക് പോകാൻ അനുവദിച്ചില്ല. അവിടെ വെച്ച് ഇത് അവിടെ സ്റ്റേബിളാക്കുകയാണ്. ആ വിഷാംശം അവിടെ വെച്ച് തടഞ്ഞു നിർത്തും. അത് ആ ഒരു പ്രവർത്തനം കൊണ്ട് ആ ഭാഗം നീല നിറമായി എന്നാണ്. അതുകൊണ്ടിട്ടാണ് നീലകണ്ഠൻ എന്ന ഒരു നാമധേയം തന്നെ പരമശിവന്. നിരവധി നാമധേയങ്ങളിൽ നീലകണ്ഠൻ എന്നുള്ള നാമധേയം കൂടി അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഈ ഒരു സന്ദർഭത്തിലാണ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം കടയാൻ തുടങ്ങി. അപ്പോൾ പരമശിവനും പാർവതിയും ആ ഘട്ടത്തിൽ അവിടെയുണ്ട്. കടയുന്ന സമയത്ത് ആദ്യം കിട്ടുന്നത് കാമധേനുവാണ്. നല്ല ഈ പാലിൻ്റെ നിറമുള്ള ആ കാമധേനു എന്ന് പറയുന്ന അതിനെ കിട്ടുമ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ വർണ്ണിക്കുന്നുണ്ട്. കാമധേനു എന്ന് പറയുന്നത് ഗോമാതാവാണ്. ഈ സമസ്ത ലോകത്തിനും ഈ സന്തോഷദായകമാണ്. അതിനോടൊപ്പം തന്നെ സർവ ഭൂതഗണങ്ങളും സർവദേവി ദേവന്മാരും വസിക്കുന്നത് ഈ കാമദേവനിൽ വസിക്കുന്നുണ്ട്. അതുകൊണ്ട് കാമധേനുവിനെ ദർശിക്കുന്നവർ വലിയ പുണ്യമുള്ള ആളുകളാണ് എന്നൊക്കെ കാമധേനുവിനെ കുറിച്ച് ധാരാളം അതിനകത്ത് വർണ്ണനകളുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും കടയാണ്. വീണ്ടും കടയുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം കടയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് തലഭാഗമായതിൻ്റെ പേരിൽ വാസുകിക്ക് ഇത് താങ്ങാൻ കഴിയാതെ പിന്നെ വാസുകിയുടെ വായിൽ നിന്നും വിഷവും അഗ്നിയും ഒക്കെ വരുന്നുണ്ട്. ആ സമയത്ത് വരുണൻ മഴ പെയ്യിക്കുന്നു. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് ഉച്ചൈ ശ്രൈവസ് എന്ന് പറയുന്ന ഒരു അശ്വമാണ്, കുതിരയാണ്. പാലിൻ്റെ നിറമാണ് ആ കുതിരയ്ക്ക്. ഉച്ചൈ സ്രവസ് എന്ന് പറയുന്ന ശരിക്കും അതിൻ്റെ പേര് ഉച്ചൈ സ്രവാശ്വം എന്നാണ്. അപ്പോൾ ഉച്ചൈ സ്രവസിനെ ലഭിക്കുന്നു. അതിൻ്റെ പ്രത്യേകതകൾ പറയുന്നു. ആ കുതിരയെ ഉപയോഗിക്കുന്നത് ആരാണെങ്കിലും അവർക്ക് സ്ഥിരത കൈവരും, ധർമ്മിഷ്ഠരായിരിക്കും എന്നൊക്കെ അതിൻ്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ശ്രീലക്ഷ്മിയെ അതിൽ നിന്നും കടഞ്ഞെടുക്കുന്ന സമയത്ത് ലക്ഷ്മിയെ ലഭിക്കുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും കടയുന്ന ഘട്ടത്തിൽ പിന്നെ ലഭിക്കുന്നത് ഈ കൗസ്തുഭം ലഭിക്കുന്നുണ്ട്. കൗസ്തുഭ പത്മരാഗം എന്നാണ് അതിനെ പറയണത്. അതിനുശേഷം പിന്നെ പാഞ്ചജന്യം ലഭിക്കുന്നുണ്ട്. പാഞ്ചജന്യത്തെ സംബന്ധിച്ചിട്ട് ഒരു വിശദീകരണം പറയണത് ഈ പാഞ്ചജന്യത്തിൻ്റെ നാദം, അതിൻ്റെ മുഴക്കം അധർമ്മങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ, അധർമ്മങ്ങളെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ പാഞ്ചജന്യത്തിൻ്റെ നാദം വഴി സാധ്യമാവും. അതുകൊണ്ട് അത്രയും പുണ്യമാക്കപ്പെട്ടതാണ് പാഞ്ചജന്യം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അപ്സരസായ രംഭയെ അതിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ലഭിക്കുന്നത് ധനുസ്, ഈ മഹാവിഷ്ണുവിൻ്റെ ധനുസ് അതിൽ നിന്നും ലഭിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ പിന്നെ അതിൽ നിന്ന് ലഭിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഐരാവതത്തെ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. പിന്നെ അതുകൂടാതെ മധുരാദേവി എന്ന് പറഞ്ഞിട്ട് മധുരയുടെ ഒരു ദേവിയെ അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ വളരെ പ്രത്യേകതകളുള്ള അവസാന ഘട്ടത്തിൽ അമൃതമായിട്ട് ധന്വന്തരി വരികയാണ് ലാസ്റ്റ് എൻഡിങ് മൂമെൻറ്റിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ കിട്ടി. ഇനി ഇത് വീതിക്കണമല്ലോ. ഈ വീതിക്കുന്നിടത്താണ് പിന്നെ പ്രശ്നം തുടങ്ങുന്നത്. ആ വീതിക്കുന്നതിന് വേണ്ടി വീതിക്കുന്ന ഘട്ടമാവുമ്പോൾ പരമശിവൻ അവിടെ നിന്ന് അപ്രത്യക്ഷനാവും. പാർവതീദേവി ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങ് അപ്രത്യക്ഷമായത്. പരമശിവൻ പറയുന്നുണ്ട് അത് വീതിക്കുന്ന ഘട്ടത്തിൽ അത് നീതിപൂർവമാവില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നും പോകുന്നതെന്ന് പറയുന്നുണ്ട്. അത് വീതിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്നു. ആ തീരുമാനമെടുക്കുന്ന സമയത്ത് ആദ്യം ഐരാവതം അത് ഇന്ദ്രന് സമ്മാനിക്കും. ഉച്ചൈസ്രവസ് ആർക്കാണെന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവാണ് പറയണത്. നാരായണൻ പറയും ഉച്ചൈസ്രവസിൻ്റെ പിന്നെ അത് സമ്മാനിക്കേണ്ടത് മഹാബലിക്കാണ്. നീതിമാനാണ്, ധർമ്മിഷ്ഠനാണ്.
അതുകൊണ്ട് ഉച്ചൈസ്രവസിനെ മഹാബലിക്ക് സമ്മാനിക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം മധുരാദേവിയെ അസുരന്മാർക്ക് സമ്മാനിക്കും. രംഭ അപ്സരസാണ്, ദേവലോകത്തുള്ള സ്ത്രീ ആയതുകൊണ്ടിട്ട് നേരെ അങ്ങോട്ട് തന്നെ വിടുന്നു. ഈ ലക്ഷ്മി തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ട് ലക്ഷ്മി തീരുമാനമെടുക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ അടുക്കിലേക്കാണ്. പിന്നെ പാഞ്ചജന്യം എന്ന് പറയുന്ന ശംഖും കൗസ്തുഭവും ധനുസ്സും ഇതൊക്കെ മഹാവിഷ്ണുവിൻ്റേതായിട്ട് തന്നെയാണ് പറയുന്നത്. അത് മഹാവിഷ്ണുവിലേക്ക് തന്നെയാണ് അത് ചേക്കേറുന്നത്. അങ്ങനെ എല്ലാം അവിടെ വീതിക്കപ്പെട്ടു. അവസാന ഘട്ടത്തിൽ ഈ അമൃത് വീതിക്കാനുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ അമൃത് വീതിക്കേണ്ട ഘട്ടം വന്നപ്പോൾ അസുരന്മാരുടെ കൂട്ടത്തിൽ നിന്നും അമൃത് ഒരു 3 അസുരന്മാർ ഈ അമൃത് എടുത്തുകൊണ്ട് ഓടും. അവിടെ മുതൽ പ്രശ്നം തുടങ്ങും. ആദ്യമാർക്കാണ് വീതിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് തന്നെ ഇരുകൂട്ടൊരു പ്രശ്നമാണ്. എങ്കിലും ഇത് അവരെടുത്തോണ്ട് പോയി കഴിഞ്ഞതിന് ശേഷം അസുരന്മാരും ഈ ദേവഗണങ്ങളും തമ്മിൽ യുദ്ധങ്ങളുണ്ടാവും. അങ്ങനെ എടുത്തോണ്ട് പോകുന്ന ഈ 3 അസുരന്മാർ അവർക്ക് 3 പേരിൽ തന്നെ പരസ്പരം പ്രശ്നങ്ങളുണ്ടാവും. ഇതാദ്യം ആര് ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് ഇത് 3 പേരും 3 രീതിയിൽ 3 പരുവത്തിലാണ് 3 പേരുടെ ശക്തി ഉപയോഗിച്ചിട്ട് ഈ അമൃതകുംഭം 3 പേരും വലിക്കുക. ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിലാണ് മഹാവിഷ്ണു മോഹിനിയുടെ രൂപത്തിൽ അവിടെ വരുന്നതും ഇവർക്ക് മോഹിനിയോട് പ്രത്യേക താല്പര്യം തോന്നുകയും, കാരണം വല്ലാത്തൊരു സൗന്ദര്യത്തിനുടമയാണ്. സ്വാഭാവികമായിട്ടും മോഹിനിയോട് ആരാണെന്ന് ചോദിക്കുന്നു. താൻ മോഹിനിയാണെന്ന് പറയുന്നു. അവർക്കിടയിലുള്ള പ്രശ്നം മോഹിനി പരിഹരിച്ചു കൊടുക്കാമെന്ന് പറയുന്നു. നിങ്ങൾക്ക് 3 പേർക്കും നാം തുല്യമായിട്ട് വീതിച്ചു തരാമെന്ന് പറയുന്നു. അങ്ങനെ ഈ അമൃതകുംഭം മോഹിനിയുടെ കൈക്കൽ കിട്ടുന്നു. അത് കൈക്കലിൽ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മോഹിനി അവിടെ നിന്നും പിന്നെ ഈ അമൃതകുംഭവുമായിട്ട് മോഹിനി അവിടെ നിന്നും വന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം അത് തിരിച്ചു കിട്ടി വീണ്ടും തീരുമാനം എടുക്കുകയാണ്. ഇരുകൂട്ടർക്കും തന്നെ അത് വീതിക്കണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വീതിക്കുന്ന ഘട്ടത്തിൽ ഈ ദേവന്മാർക്കാണ് ആദ്യം വീതിക്കുന്നത്. അപ്പം മഹാബലി തന്നെയാണ് അതിന് തീരുമാനം പറയുന്നത്. ദേവന്മാർക്ക് തന്നെ ആദ്യം വീതിക്കാൻ വേണ്ടി പറയും. കാരണം ഇവരുടെ ഭാഗത്തൊരു തെറ്റ് സംഭവിച്ചല്ലോ. അങ്ങനെ വീതിക്കുന്ന സമയത്ത് ആ ക്യൂവിൽ നിൽക്കുന്ന ആ നിരയിൽ നിൽക്കുന്ന ഒരസുരൻ നേരെ ദേവന്മാരുടെ ക്യൂവിൽ ചെന്ന് നിൽക്കും. ആ നിരയിൽ ചെന്ന് നിൽക്കും. അത് രാഹു എന്ന് പറയുന്ന അസുരനാണ്. ഇത് എല്ലാവർക്കും കൊടുക്കുന്നു. എല്ലാവരും അത് ഭക്ഷിക്കുന്നു. ആ നിരയിലുള്ള അവസാനത്തെ ആൾക്ക് കൊടുക്കുന്ന സമയത്ത് കൊടുത്ത് അദ്ദേഹം ഇത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രനും സൂര്യനും കൂടി ഇത് കണ്ടിട്ട് തിരിച്ചറിഞ്ഞിട്ട് അവർ വിളിച്ചു പറയുന്നു, പിന്നെ ഇത് അസുരനായ രാഹുവാണ്, രാഹു ഇപ്പം അത് കഴിച്ചിട്ടുണ്ടെന്ന് വിളിച്ചു പറയുമ്പോൾ രാഹു വേഗത്തിൽ അത് കഴിക്കുന്നു. ആ സമയം തന്നെ മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രം ഉപയോഗിച്ച് രാഹുവിൻ്റെ ശിരസ് ഛേദിക്കും. കാരണം അത് പിന്നെ അത് താഴേക്ക് പോകുന്നില്ല. കാരണം ഇവിടെ വരെ എത്തിയപ്പോഴേക്കും ശിരസ് ഛേദിച്ച് 2 ഭാഗങ്ങളായി. തല ഒരു ഭാഗത്തും ഉടലൊരു ഭാഗത്തും. അങ്ങനെ ആ തലയുടെ ഭാഗം അമൃത് സേവിച്ചത് കൊണ്ട് അത് ആ അമൃതത്വം വരിക്കുകയും തലയ്ക്ക് കീഴെയുള്ള ശരീരത്തിൻ്റെ ഭാഗം രാഹു എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് അതിനകത്ത് പറയുന്ന ഒരു സംഭവം. അപ്പോൾ രാഹു എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ രാഹുവിന് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ശത്രുത വരുന്നു. ആരോട്? ചന്ദ്രനോടും സൂര്യനോടും. രാഹു ആ ഒരു വൈരാഗ്യ ബുദ്ധി മനസ്സിൽ വെച്ചുകൊണ്ട് രാഹു എന്താ ചെയ്യുക? രാഹു ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ചന്ദ്രനെ സൂര്യനെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം വിഴുന്നു. അതൊരു നിമിഷ നേരത്തേക്കേ ഉള്ളൂ. അത് വിഴുകി കഴിഞ്ഞാൽ താഴേക്ക് പോകാനൊന്നുമില്ലല്ലോ. ഉടനെ തന്നെ താഴേക്ക് പോവും. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് നമ്മളുടെ ഈ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണത്തിൻ്റെയൊക്കെ ഒരു സിംബലൈസ് ചെയ്യണം ആ സംഭവം. അപ്പോൾ ഈ ഒരു ഘട്ടം വരെ വന്ന് നിൽക്കുകയാണ്. ഇനിയും ഇത്രയും പറയുന്നതിലൂടെ തന്നെ വളരെ ത്രില്ലിംഗ് ആയിട്ട് അല്ലെങ്കിൽ വളരെ രസകരമായിട്ട് നമുക്ക് ഈ കഥ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സമയം കൂടാൻ പാടില്ല. അതുകൊണ്ട് ഞാനിത് ഇവിടെ വെച്ചിട്ട് മുറിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഏകദേശം സമയമായി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് 10ാമത്തെ എപ്പിസോഡാണ്. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് സംസാരിക്കാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് നളദമയന്തിമാരുടെ കഥകളൊക്കെ പറയേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇതുകൂടെ അവസാനിപ്പിക്കുകയാണ്.